മറ്റുള്ളവരുടെ സങ്കടങ്ങൾ ആർക്കാണ് മനസ്സിലാവുക എന്നറിയോ? ജീവിതത്തിൽ സങ്കടങ്ങളൊക്കെ അനുഭവിച്ച ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ, അല്ലാത്ത ആൾക്കാർക്ക് മനസ്സിലാവില്ല. അപ്പൊ നമ്മുടെ ഒരു സങ്കടം നമ്മൾ ഒരാളോട് പറയുമ്പോഴേ അയാൾക്കത് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ അതുപോലെ ഒരു സങ്കടം അയാളുടെ ജീവിതത്തിൽ എന്തെങ്കിലും അനുഭവിക്കണം, അല്ലെങ്കിൽ അയാൾക്കത് വെറും കഥകൾ മാത്രമായിരിക്കും. മനുഷ്യന്റെ സങ്കടങ്ങളുടെ കൂടെ നിൽക്കാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ മഹത്വം. കാരണം നമ്മൾ ഈ കണ്ടുമുട്ടുന്ന എല്ലാ മനുഷ്യരും ഉണ്ടല്ലോ, അവരൊക്കെ ഏതെങ്കിലും തരത്തില് ഒരു നഷ്ടം ജീവിതത്തിൽ സംഭവിച്ച ആളുകളാണ്. ഓക്കെ, ഏതെങ്കിലും തരത്തിലുള്ള നഷ്ടങ്ങള്, അത് വളരെ പ്രിയപ്പെട്ടവരുടെ സാന്നിധ്യമാകാം, സ്നേഹമാകാം, ഏറ്റവും പ്രിയപ്പെട്ട ഒരു കൂട്ട് നഷ്ടപ്പെട്ട ആളുകളാവാം. ഇങ്ങനെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില നഷ്ടങ്ങൾ സംഭവിച്ച ആളുകളെയാണ് നമ്മളൊക്കെ ജീവിതത്തിൽ കാണുന്നത്. ആ നഷ്ടങ്ങൾ ഉണ്ടല്ലോ, അത് അവരെവിടെയാണ് തിരയുന്നത് എന്നറിയോ? നമ്മളിലാണ്. ലോകം കണ്ട വലിയ വലിയ മനുഷ്യരൊക്കെ നിങ്ങൾ പരിശോധിച്ച് നോക്കൂ, അവർക്കൊക്കെ വളരെ പ്രധാനപ്പെട്ട ചില ആളുകളെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ഏറ്റവും പഴക്കമുള്ള ഒരു ഫിലോസഫിക്കൽ വർക്കാണ് ഭഗവത്ഗീത. കൃഷ്ണയുടെ കഥ പറയുന്നു. ഈ കൃഷ്ണ എന്ന് പറയുന്ന ആൾക്കുണ്ടല്ലോ അച്ഛനും അമ്മയും ഇല്ലായിരുന്നു. അമ്മയും അച്ഛനും ഉണ്ട്, പക്ഷെ രണ്ടാളും തടവിലാണ്. പിന്നെ വളർത്തുന്നത് വളർത്തച്ഛനും വളർത്തമ്മയുമാണ്. ശ്രീബുദ്ധൻ ജനിച്ച സമയത്ത് തന്നെ അമ്മ മരിച്ചുപോയ കുട്ടിയാണ്. ബിൻയാമീൻ എന്ന് കേട്ടിട്ടില്ലേ? യൂസുഫ് പ്രവാചകന്റെ സഹോദരനാണ് ബിൻയാമീൻ. ബിൻയാമീൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം ബിൻയമീൻ, ജനിച്ച സമയത്ത് ഉമ്മ മരിച്ച ആള് എന്നാണ്. അതുപോലെയായിരുന്നു ശ്രീബുദ്ധൻ, ജനിച്ച സമയത്ത് അമ്മ മരിച്ചുപോയ ആളാണ്. ലോകം കണ്ട വലിയ വലിയ മനുഷ്യരൊക്കെ ഉണ്ടല്ലോ, ഏതെങ്കിലും തരത്തിൽ വളരെ പ്രിയപ്പെട്ട ചിലരെ നഷ്ടപ്പെട്ട ആളുകളാണ്. ഹബീബായ റസൂലിനെ കുറിച്ച് ആലോചിച്ച് നോക്കൂ നിങ്ങള്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വാപ്പയെ കണ്ടിട്ടില്ലാത്ത കുട്ടിയാണ്. ചെറിയ ദുഃഖമാണ് അത്. അവർക്ക് എന്തുകൊണ്ടാണ് ഈ മനുഷ്യന്മാരുടെ ദുഃഖമൊക്കെ മനസ്സിലായതെന്നറിയോ? അവർ ദുഃഖം അനുഭവിച്ച ആളുകളാണ്. അതുകൊണ്ടാണ്. എന്തുകൊണ്ടാ യതീമിനെ കുറിച്ച് ഇത്രയേറെ പ്രവാചക തിരുമേനി പറഞ്ഞു തന്നത്? എന്തുകൊണ്ടാ? പ്രവാചകരെ, എന്റെ മനസ്സ് വല്ലാതെ ഇങ്ങനെ വരണ്ടു പോകുന്നുണ്ട്, എന്താണ് പരിഹാരം എന്ന് ചോദിച്ച ഒരു സുഹൃത്തിനോട് നബി പറഞ്ഞത് എന്താണെന്നറിയോ? എടാ, ബാപ്പ ഇല്ലാത്തൊരു കുട്ടിയെ പോയിട്ടൊന്ന് ഉമ്മ കൊടുത്തു നോക്ക്, ആ കുട്ടിയെ പോയിട്ടൊന്ന് തലോടി നോക്ക്, നീ ഇപ്പൊ നിനക്ക് മനസ്സിലാവും. സ്നേഹം കിട്ടാത്തവർക്ക് അത് കൊണ്ടുപോയി കൊടുക്കടോ എന്നാണ് ആ പറഞ്ഞത്. കിട്ടാത്തവർക്ക് കൊണ്ടുപോയി കൊടുത്തു നോക്ക്, അവർക്കതൊരു നിധിയായിരിക്കും. ആ കുട്ടിയെ നീ ഇങ്ങനെ തലോടുന്ന സമയത്ത് അവന്റെ കണ്ണിലുണ്ടാകുന്ന ഒരു വെളിച്ചമുണ്ട്. എടോ, അതിന്റെ പേരാണ് സ്നേഹം.